ഗൈസ് ഇതാണ് ഇന്ത്യക്കാർക്ക് തന്ന ജേർണലിംഗ് കിറ്റ് വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷെ ഇത് റൊമാൻറ്റിക് മാനും എന്താ ഇതാ റൊമാൻറ്റിക്കിൻ്റെ എന്തോ കണ്ടോ ഇതാ ഫ്ലേവേഴ്സ്. പക്ഷെ ഞാൻ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഇതാ ബാക്കിൽ സ്റ്റിക്കേഴ്സ് കണ്ടോ അത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാനാണ്. പിന്നെ ഇത് നമുക്ക് അതിൽ ഒട്ടിച്ച് വെക്കാനാണ്. കണ്ടോ അത് കുറേ ഉണ്ട്. അങ്ങനത്തെ മാത്രമല്ല വേറെ വേറെ ആയിട്ടുള്ളത് കണ്ടോ. അത് കഴിഞ്ഞ് ഇതിൽ നമുക്ക് എന്താ ചെയ്ത് അങ്ങനത്തെ കുറേ പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ ഇതാ വാഷിംഗ് ടാപ്പ്. പിന്നെ അയ്യോ നിൽക്കാൻ കുറച്ച് പാടാ. പിന്നെ റെഡിയാക്കി വെച്ചാൽ എന്താ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ എന്താ ഇതിൽ നമുക്ക് ഇതാ എന്തൊക്കെ എഴുതിയിട്ട് വെക്കാറുണ്ടാണ്. എന്താണ് സംഭവം ഉണ്ടോ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്താ ചെയ്താൽ. ഇന്നലെ എന്തായിരുന്നു വീടും ഇടാൻ പറ്റില്ല. കാരണം അത്ര തിരക്കായിരുന്നു. കുറേ കുട്ടികളൊക്കെ വന്നിരുന്നു. കുറേ ക്യാൻഡീസ് ഉണ്ടായിരുന്നു. അവർക്ക് കൊടുത്തൊക്കെ ചെയ്യുന്നത് അതാണ്. പിന്നെ ഇതാണ് സ്റ്റിക്കേഴ്സ്. ഇനി നമുക്കിത് എൻ്റെ കാക്ക എന്ന ഗിഫ്റ്റാണ്. ഭയങ്കര ഇഷ്ടമായ എൻ്റെ കാക്കൻ്റെ പുറത്തേക്കൊന്നും എൻ്റെ കാക്ക ഇഷ്ടമുള്ള എന്താ കൊടുക്കാനൊന്നും ഞാനൊന്നും ചെയ്തില്ല. എൻ്റെ കാക്കാൻ്റെ സ്വയം പേസേറ്റ് മേടിച്ചുണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞത് ഇതാ ഡയറി. എന്നിട്ട് ഡയറിയിൽ ഞാൻ എൻ്റെ ആദ്യം ചിഹ്നമായിട്ട് എൻ്റെ ഉപ്പാൻ്റെ ഇതൊക്കെ എഴുതുന്നത്. ഇപ്പോൾ ഗൾഫിലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു കേട്ടോ. ഉണ്ടോ ഇതിൽ എന്തൊക്കെ ചെയ്തിട്ട് കണ്ടോ. ഇവിടെ എഴുതും. ബാക്കിയൊക്കെ ഇവിടെ ബാഗിലെഴുതും. എഴുതാനും ഉണ്ട് കേട്ടോ പേജസ്. ലാസ്റ്റ് അതിലുണ്ട്. ലാസ്റ്റ് ഇതിൽ കാണിച്ചില്ല. കമോഡ് കണ്ടോ ഇതിലിവിടെ കാണാനുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ ഇതിലെഴുതാൻ നമുക്ക് ഇഷ്ടമുള്ളത്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഗിഫ്റ്റ് ആയിരുന്നു. ഫ്രെയിം ഞാൻ പ്രതീക്ഷിച്ചു. കാരണം എന്താ വെച്ചാൽ ഫ്രെയിം ഒരാൾക്ക് ഫോട്ടോ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ഉമ്മാൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഫ്രെയിമിൽ കൊടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ആളാച്ചാൽ ഈ ഫ്രെയിമൊക്കെ ഉണ്ടാക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ ഭാഗം പേടിച്ചു. അപ്പോൾ ഒക്കെ മനസ്സിലായി എന്താണെന്നൊക്കെ. ഞാൻ ഫ്രെയിം മാത്രം തരുള്ളൂ എന്ന് വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ ഈ പർദ്ദ തന്നു. പർദ്ദ ജേഴ്സി ഷോള്. ഈ സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റിക്കേഴ്സ് ഇതിൻ്റെ ഇപ്പോൾ കൊടുത്തയച്ച ഒരു സെറ്റാണ്. ഇങ്ങനെ ഉണ്ടായിരുന്നു. കണ്ടോ കുറേ ക്യാൻഡി ഉണ്ടായിരുന്നു. ഇതിൻ്റെ യൂസ് കാക്ക യാസ്കാക്കാരൊക്കെ എൻ്റെ മുത്താപ്പൻ്റെ മോനാണ്. ഇതൊക്കെ കുറേ ക്യാൻഡീസ് ഉണ്ടായിരുന്നു. ഇന്നലെ അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇതിലധികം കാണിച്ചത്. ഇത് റിങ്ങാണ്. എന്താണെന്ന് വെച്ചാൽ അയ്യോ അത് തുറക്കാൻ പറ്റില്ല. എൻ്റെ കൂടെ അറിയില്ല. അവർക്ക് ഫുഡ് കഴിക്കാൻ കാലത്ത് പോയിക്കായിരുന്നു. അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് എടുക്കാൻ വിചാരിച്ചത്. ഉണ്ടോ ഇതാണ് എൻ്റെ ഉപ്പ ആകെ പറഞ്ഞത്. പർദ്ദും പിന്നെ അതേപോലെ തന്നെ പർദ്ദും പിന്നെ കുറേ ക്യാൻഡീസും വെച്ചെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളെ ബാബിയാണ് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനത്തെ ഇതൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇതിൻ്റെ കാക്കത് ഗിഫ്റ്റ് ഫ്രെയിം ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ ഡ്രസ്സ് അധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം മക്കൾക്ക് പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതാ റോസാവൂ ഇപ്പോഴത്തെ പൂവ് ഫ്ലവേഴ്സൊക്കെ കുറേ വന്നു. ഒരു ലിബാം വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ ലിബാം. അപ്പോൾ ഇത്രയുള്ളൂ. ഇനി ഞങ്ങൾ സ്ഥലത്ത് പോവാണ് കേട്ടോ. ബൈ. കേക്ക് കട്ടിങ്ങിൻ്റെ വീടൊക്കെ ഞാൻ ഇടാം കേട്ടോ.